ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് അവരോട് പൊക്കോളാൻ പറയാം. അങ്കിൾ എന്നെ കൊണ്ടുവിട്ടാ മതി. നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിട്ട് പോവാം. അതെ, ഇന്ന് വേണ്ട മോളെ. അവര് പറഞ്ഞ സത്യം. മോളുടെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് സമൃദ്ധയോട് ബഹളം വെച്ചാ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ഇവളുടെ സ്വഭാവം മോൾക്കറിയില്ലേ. വെറുതെ ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയും. മോൾ അതങ്ങ് മറന്നേക്ക്. എനിക്കിനി ഒരിക്കലും ഓർമ്മ തിരിച്ചിട്ടില്ലെന്നാണോ നിങ്ങൾ എല്ലാരും കരുതുന്നത്? എന്റെ ഓർമ്മകളൊക്കെ തിരിച്ചു പിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനിടയില് ഇതുപോലെ പറ്റുന്ന ചെറിയ ചില അബദ്ധങ്ങളുടെ പേരില് എന്നെ ഭ്രാന്തിയാക്കാൻ ശ്രമിക്കരുത്. അത് ഞാൻ സഹിക്കില്ല. നീ എന്താണ് അവളോട് പറഞ്ഞേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് കുത്തിപ്പൊളിച്ച് ഈ കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാക്കരുത്. ഇപ്പൊ തന്നെ അവൾക്കെന്തോ സംശയമുണ്ട്. അവള് പറഞ്ഞ നീയും കേട്ടില്ലേ? ഓർമ്മയില്ലാത്തവൾ അങ്ങനെ പലതും പറയും. ഇനി ഈ ജീവിതത്തിൽ പഴയതൊന്നും അവൾക്ക് ഓർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവള് ചോദിച്ചത് നീ കേട്ടില്ലേ? ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവൾ ആരായിരുന്നു? അതൊക്കെ പറഞ്ഞു കൊടുത്തേക്കണം. അതോടെ തീരൂലല്ല. വെറുതെ ഓർമ്മയില്ലാത്ത ഒരുത്തിയെ ജീവിതകാലം മുഴുവൻ ഗോകുല് ചുമക്കേണ്ട കാര്യം എന്താ? മിണ്ടിപ്പോരുത്. അവൾ ഈ വീട്ടിലുള്ളതുകൊണ്ടാ എന്റെ മോൻ ഇത്രയും സമാധാനമായിട്ട് ജീവിക്കുന്നത്. അവന്റെയും ഗൗരിമോളുടെയും ജീവിതം ഒരു കരയ്ക്ക് അടുപ്പിക്കാൻ ഞാൻ പെടാപ്പാട് പെടുക. അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കി അത് നശിപ്പിക്കരുത്. ഇപ്പൊ തന്നെ അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ചോദ്യങ്ങൾ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി അവൾ ഇറങ്ങി തിരിച്ച അതോടെ തീരും ഈ വീട്ടിലെ സമാധാനവും സന്തോഷവും എല്ലാം. അത് നീ മറക്കരുത്. ഒരു 5 മിനിറ്റ്, ഞങ്ങളിപ്പോ വരാം. അധികം താമസിക്കല്ലേ, എനിക്ക് വേറൊരു ഓട്ടം പോകാനുള്ളതാ. ഇല്ല, വേഗം വരാം. ആ സച്ചിയങ്കിളേ, വാ പോവാ മോളെ. വാ വീട് അങ്കിളേ. ചിപ്പി മോളെ, ചിപ്പി മോളെ. അത് അയാളല്ലേ അന്ന് റോഡിൽ വെച്ച്? അതെ, അയാളോട് മോള് മിണ്ടിയെന്ന് മേഡം അറിഞ്ഞാ നമ്മുടെ പണി പോകാൻ അത് മതി. അയ്യോ, മോളെന്താ ഇവിടെ? ഞാൻ ജെനി ആന്റിയുടെയും ഡ്രൈവർ അങ്കിളിന്റെയും കൂടെ ഷോപ്പിങ്ങിന് വന്നതാ. എന്നിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞോ? മോളെന്താ വാങ്ങിയത്? നോക്കി നിൽക്കാതെ നീ ചെന്ന് മോളെ വിളിച്ചോണ്ട് വാ. ചിപ്പി, വാ മോളെ, നമുക്ക് പോവാം. ഇങ്ങനെ വഴി കാണുന്നവരോടൊക്കെ സംസാരിച്ചിരുന്നല്ലേ മോളുടെ അമ്മ ഞങ്ങളെ വഴക്ക് പറയില്ലേ?
അതിന് ഞാൻ വഴി കാണുന്നവരോടല്ലോ സംസാരിച്ചത്. സച്ചിയങ്കിൾ എന്റെ ഫ്രണ്ടിന്റെ അച്ഛനാ. സ്കൂളിൽ വെച്ച് ഞാൻ വീണപ്പോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് സച്ചിയങ്കിളാണെന്ന് ആന്റിക്ക് അറിയില്ലേ? മോളുടെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. നല്ല മോളല്ലേ, പറയുന്ന കേക്ക്. വാ നമുക്ക് പോവാം, വാ. വാ ചിപ്പി വാ. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ രണ്ടുപേരും പോയി കാറിലിരിക്ക്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും പോയി കാറിലിരിക്കാൻ. വാ. അത് കലക്കി. ഞാൻ അങ്കിളിനെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിരിക്കായിരുന്നു. ആണോ? എന്തിനാ? താങ്ക്സ് പറയാൻ. എന്തിനാ താങ്ക്സ് പറയുന്നേ? അന്നെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ, അതിന്. അത് പിന്നെ അങ്കിളുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അതല്ലേ ചെയ്യുമോളെ. കൺമുന്നിൽ ആർക്കെങ്കിലും അപകടം പറ്റുമ്പോ ആരെങ്കിലും വെറുതെ നോക്കി നിൽക്കോ? അതിന് പ്രത്യേകിച്ച് ഒരു താങ്ക്സും പറയാനില്ല. ചിപ്പി മോളെ. അതെ, മോളെ കൊണ്ടുപോകാൻ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മോള് പൊയ്ക്കോ. ഇന്നാ അവരോട് പൊക്കോളാൻ പറയാം. അങ്കിൾ എന്നെ കൊണ്ടുവിട്ടാ മതി. നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിട്ട് പോവാം. അതെ, ഇന്ന് വേണ്ട മോളെ. അവര് പറഞ്ഞ സത്യം. മോളുടെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. എന്റെ അമ്മയ്ക്ക് ഒന്നും ഇഷ്ടാവില്ല. എപ്പോഴും ദേഷ്യ. എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ അമ്മമാര് അവരോട് എത്ര നന്നായിട്ടാ പെരുമാറുന്നറിയാമോ? ഇന്ദു അമ്മയെ ഓർത്ത് സങ്കടപ്പെടുമ്പോഴൊക്കെ സച്ചിയങ്കിളിനെ പോലെ ഒരു അച്ഛനെങ്കിലും അവൾക്കുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നും. മോളെ